അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത്. എന്താണ് ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുശ്രിക്കുകൾക്കും എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നറിയുന്നതാണ്, ഒരു തേട്ടമാണ്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന തന്നെയാണ് ആരാധന. എന്താണ് പ്രാർത്ഥനയുടെ പ്രത്യേകത? പ്രാർത്ഥനയില്ലാത്തൊരാരാധനയും ഉണ്ടാവുകയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേട്ടമാണ്, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തേട്ടമാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിക്കുമ്പോ, അവൻ സകാത്ത് നൽകുമ്പോ, സദഖകൾ നിർവഹിക്കുമ്പോ അവന്റെ മനസ്സിൽ ഒരു തേട്ടമുണ്ടാവും. അല്ലാഹുവേ, ഇത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാഹുവേ, നിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് പ്രവർത്തിക്കുന്നത് എന്ന ഒരു തേട്ടം. അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്, അതാണ് ആരാധന എന്ന് പറയുന്നത്. അവന്റെ സദഖയിൽ ദുആഉണ്ട്, പ്രാർത്ഥനയുണ്ട്, ആ തേട്ടമുണ്ട്. അങ്ങനെ തേട്ടമുള്ള എല്ലാം ആരാധനയാണ്. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കുവാൻ പാടില്ല.